അധാർമികമായ സമ്പത്ത് കൊണ്ടായാലും ശരി എന്ത് ചെയ്യണം? അപ്പോൾ ചില സമയത്ത് നിങ്ങളുടെ മെരിറ്റ് നേടുന്നത് ചിലപ്പോൾ ഗുസ്തി കൊണ്ടും മത്സരം കൊണ്ടും മറ്റുള്ളവരുടെ കാലുവാരിക്കൊണ്ടും ദൈവത്തെ അറിയാത്ത കാലത്ത് മനുഷ്യൻ പല വിക്രിയകൾ കാണിക്കും. പക്ഷേ എങ്കിലും അതിനെ അനുദപിച്ചുകൊണ്ട് അതെല്ലാം വൈറ്റാക്കാൻ പറ്റും. ഇപ്പം ചില കള്ളന്മാർ ചെയ്യുന്നതില്ലേ, ബ്ലാക്ക് വൈറ്റാക്കാൻ വേണ്ടി കുറേ സൂത്രം കാണിക്കത്തില്ലേ, ഇതുപോലെ തന്നെ ആധ്യാത്മികതയിലും ബ്ലാക്ക് വൈറ്റാക്കാൻ പറ്റും. അതെങ്ങനെയാണ് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളുടെ മെരിറ്റ് കൊണ്ട് നിങ്ങൾ പലപ്പോഴും ദൈവത്തെ അംഗീകരിക്കണത് കൊണ്ടോ അംഗീകരിക്കാത്തത് കൊണ്ടോ അറിയാത്തത് കൊണ്ടോ അഹങ്കാരം കൊണ്ടോ ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതുന്നത് കൊണ്ടോ റോമ 1:29 അനുസരിച്ച് കൊണ്ട് ചിലപ്പോൾ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കും. പക്ഷേ നിങ്ങൾക്ക് മാനസാന്തരപ്പെടണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന അടുത്ത ഓപ്ഷൻ എന്താ വെച്ച് കഴിഞ്ഞാൽ, അധാർമിക സമ്പത്ത് നിങ്ങൾ നേടിക്കഴിഞ്ഞാൽ അത് അധികാരം നേടിക്കഴിഞ്ഞാലും നിങ്ങൾക്കത് മനുഷ്യ സേവനത്തിനായി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്കതിനെ ബ്ലാക്ക് വൈറ്റ് ആക്കാൻ പറ്റും. പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പോൾ പിന്നീട് എന്താണ്, മേലിൽ നിങ്ങൾ പാപം ചെയ്യരുത്. അതാണ് സംഭവം. അല്ല, പാപം ചെയ്യുകയും പിന്നെ അത് അധർമ്മത്തിന് കൊടുക്കുകയും പിന്നെയും പാപം ചെയ്യുകയും അധർമ്മത്തിന് കൊടുക്കുകയും ഈ അഭ്യാസം ദൈവം അംഗീകരിക്കത്തില്ല. മനുഷ്യരെല്ലാം ഒരുക്കി വെക്കുകയാണല്ലോ എല്ലാ കാര്യത്തിനും വേണ്ടി. നിക്ഷേപം ഒരുക്കി വെച്ചിരിക്കണൊക്കെ ആരുടേതാകും, അതാണ് ആ വിഷയം. മെരിറ്റ് കൊണ്ടായാലും ശരി, എങ്ങനെ ആയാലും ശരി, മെരിറ്റില്ലാതെ അധാർമികം കാണിച്ചാലും ശരി, ഈ ഭൗതികമായ അസ്ഥിവാരങ്ങൾ കൊണ്ടാകുന്നതിൻ്റെ കുഴപ്പം ഇത് അന്യാധീനപ്പെട്ട് പോകുന്നതാണ്.